പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താഴ്ച. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അങ്ങേക്ക് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഫാമിലി ഫേസ്ബുക്ക് പേജിൽ കർത്താവിനാൽ പ്രാർത്ഥിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച പ്രകാരം 4ാമത്തെ ഓൺലൈൻ കൺവെൻഷൻ ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദൈവമക്കളെ, കർത്താവിൻ്റെ സാന്നിധ്യം ആരംഭം മുതൽ അവസാനം വരെയും നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടതിനായി നമുക്കെല്ലാവർക്കും ശക്തമായി പ്രാർത്ഥനയിലായിരിക്കാം. ദൈവമക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാരുടെ അനുഗ്രഹമേറിയ ശുശ്രൂഷകളാണ് ഇന്നു മുതൽ നമുക്ക് ഉള്ളത്. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ഈ ശുശ്രൂഷകൾ മുഖാന്തരമായി അനേകർ യേശുവിനെ അറിയുവാൻ ഹല്ലേലൂയ ദൈവം അതിനൊരു മുഖാന്തരം ഒരുക്കും, അതിനൊരു കാരണമാക്കും എന്നത് വിശ്വസിക്കുക. ദൈവമക്കളെ, വിശ്വാസത്തോടുകൂടി നിങ്ങൾ കടന്നു വരിക. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടി നിങ്ങളായിരിക്കുക. ദൈവമക്കളെ, ഇന്ന് ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളുടെ നല്ല ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമായ കർത്താവ് കുഞ്ഞുങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവർ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹോദരങ്ങളാണെന്ന് വേണം പറയുവാൻ. ഗ്രൂപ്പിൻ്റെ അഡ്മിൻ കൂടെയാണ്. പ്രിയ സഹോദരിയെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇനിയും തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവ സാന്നിധ്യത്താൽ നിറയട്ടെ ദൈവമക്കളെ. അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, റോസ് ഫാമിലിയുടെ ഫേസ്ബുക്ക് പേജിലുള്ള അഡ്മിന്മാർ, മറ്റും മെമ്പേഴ്സ്, എല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാർ സകലർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മളിപ്പോൾ അനേക ഗാനങ്ങൾ കേട്ട് കഴിഞ്ഞു. എങ്കിലും പഴയ ഒരു പാട്ടിൻ്റെ 1-2 ലൈനുകൾ പാടി ദൈവം ചെയ്ത ആ നന്മകളെ നമുക്കൊന്ന് വർണ്ണിക്കുന്നത് അതെത്ര അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര കർത്താവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. ദൈവമക്കളെ, അത്രമാത്രം ദൈവം നമുക്ക് അനേക നന്മകളെ കൊണ്ട് കർത്താവ് നമ്മളെ ഈ നാളുകളായി നിറച്ചിരിക്കുകയാണ്. എണ്ണിയാൽ തീരാത്ത വണ്ണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് അനേക നന്മകളെ കൊണ്ട് കർത്താവ് നിറച്ചിരിക്കുക ഈ ലോക്ക്ഡൗൺ കാലത്ത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ കഴിയുമോ? ദൈവമക്കളെ, കർത്താവിൻ്റെ ആ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാവട്ടെ. ഒരു പഴയ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുശേഷമായി പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഈ കൂട്ടത്തെ, ഈ മീറ്റിങ്ങിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് കൊടുത്തതിന് ശേഷമായി നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവമായ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നായകനവൻ നമുക്കു മുൻപിലാ, നൽവഴികളെ നിരത്തിയിടുന്നവൻ. നായകനവൻ നമുക്കു മുൻപിലാ, നൽവഴികളെ നിരത്തിയിടുന്നവൻ. നന്ദിയാൽ പാടും ഞാൻ നല്ലവേ യേശുവേ, നാളെന്നും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. നന്ദിയാൽ പാടും ഞാൻ നല്ലവേ യേശുവേ, നാളെന്നും ഘോഷിക്കും നിൻ മഹാസ്നേഹത്തെ. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ഗ്ലോറി. എത്ര നല്ലവൻ എൻ യേശു നായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ
പ്രയാസവേളയിൽ പ്രിയരേവരും പ്രതികൂലമാകുമ്പോൾ പാരിലേറിടും പ്രയാസവേളയിൽ പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരേ. പൊന്മുഖം കണ്ടു ഞാൻ യാത്ര ചെയ്തിടുവാൻ പൊന്നുനാഥൻ കൃപ നൽകണേ ദാസരേ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. ആമേൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, എന്നെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, എണ്ണിയാൽ തീരാതെ വണ്ണം നന്മകളെ കൊണ്ട് കർത്താവ് നമ്മളെ നിറച്ചിരിക്കുക. ആ ദൈവത്തെ നമ്മൾക്ക് എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നാം ദൈവത്തെ സ്തുതിക്കണം പ്രിയരെ. ഈ നാളുകളായി ഈ ലോക്ക്ഡൗൺ കാലത്ത് കർത്താവ് നമ്മളെ എത്രമാത്രം അത്ഭുതകരമായി വഴി നടത്തി. ആ വിധങ്ങളെ ഓർത്താൽ എണ്ണിയാൽ തീരാതെ വണ്ണം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിരിക്കുക. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരങ്ങളെ, 4ാമത്തെ ഓൺലൈൻ കൺവെൻഷനിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച് ഈ കൺവെൻഷനെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് കൊടുക്കാം. ഇന്ന് മുതൽ കർത്താവിൻ്റെ ദാസന്മാരുടെ അനുഗ്രഹമേറിയ ശുശ്രൂഷകൾ നമുക്ക് കേൾക്കാൻ പോവുകയാണ്. പ്രിയരെ, ഒരു ദിവസം പോലും പിശാചാണവൻ അതിൽ കൈവയ്ക്കാതെ വണ്ണം, പിശാചാണവൻ കളവിതയ്ക്കാതെ വണ്ണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി നാം കാണേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഹല്ലേലൂയ. 4ാമത്തെ ഓൺലൈൻ കൺവെൻഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പ ഇന്നത്തെ ദിവസം കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണം. ഇന്ന് മുതൽ നടക്കുന്ന ഓരോ ശുശ്രൂഷകളും അത് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അൽഫയും ഒമേഗയുമായവൻ, ആദ്യനും അന്ത്യനും ഒന്നാമത്തേനും ഒടുക്കത്തിനുമായ സർവ്വവല്ലഭനായ കർത്താവിൻ്റെ ഒരു വലിയ സാന്നിധ്യം, ആമേൻ, കർത്താവെ പ്രിയ മക്കൾക്ക് അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അങ്ങ് നിറച്ചുകൊള്ളണമേ അപ്പ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. യേശുവേ, ഇന്ന് വചനം ശുശ്രൂഷിക്കുവാൻ അടിയനെ കർത്താവ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അനേകർക്ക് സത്യവചനം അതൊരാശ്വാസമായി മാറട്ടെ, അനേകർക്ക് ഒരാശ്വാസ സമാധാനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, അറിയാത്ത ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ വചനം ഹല്ലേലൂയ ഹൃദയങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നെന്നോർത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്ന നേരുള്ളവർക്ക് ഉചിതമാകയാൽ കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം അങ്ങേ പാടി, അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയാൽ അങ്ങ് നിറച്ചു കൊള്ളണമേ അപ്പ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകി മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ റോസ് ഫാമിലി ഫേസ്ബുക്കിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ പേജിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്തൃദാസന്മാർക്കായി, ദാസിമാർക്കായി,
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്നു. നീറിപ്പുകയുന്ന പ്രശ്നങ്ങളുമായി കടന്നു വരുന്നവരെ ദൈവമേ അങ്ങ് കർത്താവെന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാകട്ടെ, അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ദൈവപ്രവൃത്തിക്കായി ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു രാജ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു, അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച അവിടുത്തെ രക്തത്താൽ അടിയനെ കഴുകണമെന്ന് പ്രാർത്ഥിക്കും. കൃപ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. സകലത് ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രൂസ് എങ്ങനെ സ്വാധീനിക്കുന്നു, ക്രൂസ് നിമിത്തം അവർക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് ചുമന്നാൽ അവർക്കുള്ള അനുഗ്രഹം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിക്കാൻ പോവുകയാണ്. ദൈവമക്കളെ, പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ എനിക്കായി, നിങ്ങൾക്കായി, നമുക്കായി അറുക്കപ്പെട്ട കുഞ്ഞാട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കാൽവറിയുടെ ഉന്നതങ്ങളിൽ കൈകാലികളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവിനെ കുറിച്ച്, നമ്മുടെ കർത്താവ് ചുമന്ന ക്രൂസിനെ കുറിച്ചാണ് ദൈവമക്കളെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. എത്ര പേർക്ക് അനുഗ്രഹമാകുന്നു എന്നത് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ പറഞ്ഞത് ഇപ്രകാരമാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവമക്കളെ അവിടെ എങ്ങനെയാണ്, ഞാനത് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു അവസ്ഥയാണിത്. നമുക്ക് ഇതിനെക്കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നാം ഒരു കാര്യം ചിന്തിക്കണം. ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നാം സ്വയം ക്രൂശിക്കപ്പെടണം, ക്രിസ്തുവിനോടുകൂടി ഇഴുകിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ക്രൂശ് ചുമന്നു. ആ ക്രൂശാണ് ഇന്ന് നാം ചുമന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ക്രൂശ് ചുമക്കുന്ന ഒരു വ്യക്തിയിൽ വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് നിശ്ചയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തിയിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല എന്ന് വന്നാൽ നിശ്ചയമായും യഥാർത്ഥമായിട്ട് അവൻ ക്രൂസ് ചുമക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഇന്ന് പ്രധാനമായിട്ട് ചില 4 പോയിന്റുകൾ നിങ്ങളോട് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ പ്രധാനമായിട്ടും ഒന്ന്, ഞാൻ എന്ന ഭാവം ക്രൂശിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്ന ഭാവം ക്രൂശിക്കപ്പെടണം. ഗലാത്യ ലേഖനം 2:20 നാം വായിച്ചത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവമക്കളെ, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി അധികാരപത്രം വാങ്ങിക്കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എവിടെ ക്രിസ്ത്യാനികളുണ്ടോ, യേശുവിനെ ആരാധിക്കുന്നവർ എവിടെയുണ്ടോ, ഹല്ലേലൂയ, അവരെ ഉപദ്രവിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, അവരെ ഉപദ്രവിക്കുവാൻ, അവരെ നശിപ്പിക്കുവാൻ, അവരെ മുറിവേൽപ്പിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, അങ്ങനെ ഈ പൗലോസ് ഇറങ്ങിത്തിരിച്ചതാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം. ദമസ്കോസിൻ്റെ പടിക്കൽ വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്താണ് സംഭവിച്ചത്? താൻ ദമസ്കോസിൻ്റെ പടിക്കൽ എത്തിയപ്പോൾ ദൈവമക്കളെ, തനിക്ക് ചുറ്റും ഒരു പ്രകാശം മിന്നി. ആ പ്രകാശത്തിന് മുമ്പിൽ തനിക്ക് നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. താൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു കർത്താവേ?
ഹു ആർട്ട് ദോ ലോർഡ്, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ ജീസസ് കർത്താവ് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഐ ആം ജീസസ് whom thou persecutest. പ്രൈസ് ദി ലോർഡ്. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ ദൈവമക്കളെ, അങ്ങനെ ഈ ശൗൽ പിൽക്കാലത്ത് യേശുവിനെ അനുഗമിച്ചുകൊണ്ട് യേശുവിൻ്റെ അല്ലെങ്കിൽ ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെയും സഹിച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ വരുന്ന ഒരു പൗലോസായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ പൂർണ്ണമായും താൻ യേശു ക്രിസ്തുവിന് വേണ്ടി താൻ സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രേ എന്നാണ് ദൈവമക്കളെ ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുന്നത്. ഞാൻ എന്ന ഭാവം അത് ക്രിസ്തുവിനോട് കൂടെ നാം ക്രൂശിക്കപ്പെടണം. ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. ഞാൻ എന്ന ഭാവം ഇന്ന് അനേകർക്കും അത് മാറ്റാൻ വളരെ പ്രയാസമാണ്, മാറ്റിയെടുക്കാൻ. എവിടെ ചെന്നാലും ഞാനായിരിക്കണം, ഞാൻ തന്നെ ആയിരിക്കണം, എൻ്റെ പേര് മേളിൽ നിൽക്കണം, എൻ്റെ പേരായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റുള്ളവരെല്ലാം എന്നുള്ള ഒരു ചിന്ത, ഒരു ആറ്റിറ്റ്യൂഡാണ് ഇന്നേക്ക് ജനങ്ങളിൽ കാണുവാനുള്ളത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എത്ര പേർക്ക് ഈ വൈകിയ വേളയിൽ യേശു കർത്താവിന്റെ മുൻപിൽ നിങ്ങളെ സമർപ്പിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് നാം വായിച്ചത്? അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് വീണു? പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വേദഭാഗത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം എല്ലാ പ്രിയപ്പെട്ടവർക്കും സുപരിചിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, എന്താണിത്? ഹല്ലേലൂയ. സ്വയം അഹങ്കരിച്ച ദൂതന്മാർ, അവരുടെ നേതാവ് ലൂസിഫർ, നോക്കൂ, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും എന്നാണ് പറഞ്ഞത്. അഹങ്കരിച്ചു, നിഗളിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദൂതന്മാർ രണ്ടുകൊണ്ട് പാദം മൂടി രണ്ടുകൊണ്ട് പറന്നെന്നുകൊണ്ട് സൈന്യങ്ങൾ യഹോവ പരിശുദ്ധൻ 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 എന്ന സാറാഫ് ഗണങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, പാടിക്കൊണ്ടിരുന്നു ഏതു നേരവും. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുകളിൽ ഒരു സിംഹാസനം വയ്ക്കുവാൻ, ഹല്ലേലൂയ, അവർ നിഗളഭാവം അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടായപ്പോൾ ദൈവമക്കളെ, ഇവിടെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? സ്വയം അഹങ്കരിച്ച ദൂതന്മാരെയും അതുപോലെ ലൂസിഫർ അവരുടെ സംഘത്തെയും യഹോവയായി ദൈവം വെട്ടി വീഴ്ത്തി താഴെ കിട്ടു എന്നാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലും പാട്ടിലുമൊക്കെയായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അഹങ്കാരം, നിഗളഭാവം നിങ്ങളിലുണ്ടോ? എങ്കിൽ അതൊരു വലിയ കുറവായിട്ട് നിങ്ങൾ കാണണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദൂതന്മാരുടെ ഗതി ഇതാണെങ്കിൽ നിസ്സാര മനുഷ്യരായിരിക്കുന്ന നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഹല്ലേലൂയ. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നിഗളഭാവവും അഹങ്കാരവും ദൈവം വെറുക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഞാൻ എന്ന ഭാവത്തെ ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നമ്മളിൽ വസിക്കണമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പഞ്ചാബിന്റെ ദേശത്തുകൂടെ സാധു സുന്ദർ സിംഗ് കടന്നുപോയി.
പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, എന്താണ് സംഭവിച്ചെന്നറിയാമോ? സാധു സുന്ദർ സിംഗ് കടന്നുപോയപ്പോൾ പഞ്ചാബിലുണ്ടായിരുന്ന കുറച്ച് ജനങ്ങൾ അവർ ഓടിക്കൂടി അവർ പറഞ്ഞത് ഇങ്ങനെയാണോ, ഓ ജീസസ്, യേശു കടന്നു പോകുന്നു എന്നാണ് അവർ പറഞ്ഞത്. എന്താണ് അവരങ്ങനെ പറഞ്ഞതെന്നറിയാമോ ദൈവമക്കളെ? അതിനൊരു കാരണമുണ്ട്. പ്രൈസ് ലോർഡ്. സാധു സുന്ദർ സിംഗിൻ്റെ അതിൻ്റെ സ്റ്റൈലും അവരുടെ ഡ്രസ്സിങ്ങും അവരുടെ ഭാവന, അവരുടെ അപ്പിയറൻസ് സകലതും യേശുവിനെ പോലെ ആയിരുന്നു എന്നാണ് പഞ്ചാബിലുണ്ടായിരുന്ന ജനങ്ങൾ ഒരു കാലത്ത് പറഞ്ഞത്. പ്രൈസ് ലോർഡ്. ആകയാൽ അവർ പറഞ്ഞത് യേശു പോകുന്നു എന്നാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് വ്യക്തമായി പറയാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകരും ഹല്ലേലൂയ ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നത് മാത്രമേ ഉള്ളൂ, എന്നാൽ ദൈവമക്കൾ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരുടെ സ്റ്റൈലോ അവരുടെ രീതികളോ ഒന്നും തന്നെ ഒരു ദൈവ പൈതൽ എന്ന് പറയുകയില്ല. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസിമാർ അല്ലെങ്കിൽ ദൈവദാസന്മാരുടെ ഭാര്യമാർ പോലും ഇന്ന് ഡ്രസ്സിങ് ചെയ്യുന്നതിൽ എത്രമാത്രം നമുക്ക് കാണുമ്പോൾ വളരെ വേദന തോന്നുന്നു. അത്രമാത്രം അധപ്പതിച്ച ഒരു ലോകത്തിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാലത്ത് ഞാൻ പറയട്ടെ ദൈവമക്കളെ, ബ്ലൗസിനൊക്കെ കൈ വളരെ നീളമുള്ള കൈ വെച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ കൈ ഒട്ടുമില്ല. ഹല്ലേലൂയ. എന്നാൽ ആ കൈയെല്ലാം മാറി വളരെയേറെ കട്ടായി, വളരെയേറെ അത് കുറച്ചു ദൈവമക്കളെ. ഇന്ന് കൈയൊന്നുമില്ലാത്ത സാരി ഉണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ, ബ്ലൗസ് കാണാനേ ഇല്ല. അത്തരത്തിൽ ലോകം അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നൊക്കെ സഹോദരിമാരെ കണ്ടാൽ ജനൽ വെച്ച ബ്ലൗസും അതുപോലുള്ള കളർ ബ്ലൗസുകളും ആരാധനയ്ക്ക് വന്നിരുന്നാൽ വളരെ കളർ മോഡലാണ് അവർ വന്നിരിക്കുന്നത്. ദൈവമക്കളെ, ഒരു കാര്യമുണ്ട്. പല വർഷങ്ങൾക്ക് മുന്നേ ദൈവദാസന്മാരായാലും ദൈവദാസിമാരായിരുന്നാലും അവരെ എവിടെ വെച്ച് കണ്ടാലും, ഒരു ബസ്സിൽ കയറിയിരുന്നാലോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വെച്ച് നമ്മൾ കണ്ടാലോ അവരുടെ ഡ്രസ്സിങ് ഒരു ദൈവ പൈതലാണെന്ന് അവരെ തിരിച്ചറിയത്തക്ക രീതിയിൽ തന്നെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ ദൈവമക്കളെ? ഹല്ലേലൂയ. അവരെ കണ്ടാൽ ഉടൻ തന്നെ പ്രൈസ് ദി ലോർഡ്, എന്തുണ്ട് വിശേഷം, ഏത് ചർച്ചാണെന്ന് ചോദിക്കുവാൻ നമുക്ക് തോന്നും. അത്രമാത്രം വളരെ പെർഫെക്റ്റായ രീതിയിലായിരുന്നു. എന്നാൽ ഇന്ന് ലോകം മാറി. ലോകം ഇന്ന് അധപ്പതനത്തിലേക്ക് എത്തിയിരിക്കുക ദൈവമക്കളെ. കുറച്ച് നാൾ മുൻപ് എൻ്റെ കൂടെ ബസ്സിൽ ഞാനൊരു സ്ത്രീയാണെന്ന് വിചാരിച്ച് ഞാൻ ബസ്സിൽ പോകുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ഒരു സഹോദരനാണ്. പക്ഷേ ഞാനത് തിരിച്ചറിയുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? അവന് കമ്മലുണ്ട്, അവന് മുടിയുണ്ട്, സ്ത്രീകളെ പോലെ മുടി പിന്നിയിട്ടിരിക്കുക ദൈവമക്കളെ. അതുപോലെ തന്നെ പാൻറ്റും അതുപോലെ തന്നെ കൈയുള്ള ഒരു ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത്. കണ്ടാൽ ഒരു സ്ത്രീയുടെ മട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ലോകം ഇന്നേക്ക് അത്രമാത്രം അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഹല്ലേലൂയ, വളരെ പെട്ടെന്ന് അവിടുന്ന് കടന്നു പോരുക. ഇത് ലോകം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അരുമനാഥന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന സമയം അത് വളരെ പെട്ടെന്ന് തന്നെയുണ്ട് ദൈവമക്കളെ. നമ്മുടെ ഡ്രസ്സിങ്ങിലും നമ്മുടെ സ്റ്റൈലിലും എല്ലാം ഒരു ദൈവ പൈതലാണെന്ന് തന്നെ മനസ്സിലാക്കണം. ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മുടെ മുഖം കണ്ടാൽ തിരിച്ചറിഞ്ഞവർ പറയണം, ഇതൊരു ദൈവദാസിയാണ്, ഇതൊരു ദൈവദാസനാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? വളരെ സംശയം തോന്നത്തക്ക രീതിയിലാണ് ഇന്നത്തെ ജനങ്ങളുടെ പോക്ക്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് ഇവിടെ പറയപ്പെടുന്നത് ഞാൻ എന്ന ഭാവം അത് ക്രിസ്തുവിനോട് കൂടെ നാം ക്രൂശിക്കപ്പെടണം. രണ്ടാമതായിട്ട് ദൈവമക്കളെ, ജഡത്തെ ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജഡത്തെ ക്രൂശിക്കണം. ഇവിടെ നമുക്കറിയാം, ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ജഡാഭിലാഷം ആത്മാവിലും ആത്മാഭിലാഷം ജഡത്തിലും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ നമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ദൈവപ്രമാണത്തിൽ കീഴുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആത്മാഭിലാഷവും ജഡാഭിലാഷവും രണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് രണ്ടാണ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇന്ന് അനേകരും ജഡത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ജഡം
ഹല്ലേലൂയ, ജഡത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇന്നത്തെ കാലം വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ദൈവമക്കളെ, നാം ജഡത്തിന് പ്രാധാന്യം കൊടുക്കരുത്. ഹല്ലേലൂയ. നമുക്കറിയാം ഗലാത്യ ലേഖനം 5:24 നാം വായിക്കുമ്പോൾ ക്രിസ്തേശുവിൽ ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ക്രിസ്തേശുവിൽ ഉള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. പ്രിയരെ, നാം ജഡത്തിന് പ്രാധാന്യം കൊടുക്കരുത്. ക്രിസ്തേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്നേക്ക് അനേകർക്കും ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിടാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. അവരെ കൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ ലോകത്തിന് അനുരൂപരായി, ഈ ലോകത്തിൻ്റെ ചിന്തകളിലൂടെ, ഈ ലോകത്തിൻ്റെ രാഗമോഹങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ജഡത്തിൻ്റെ മോഹങ്ങളെ അവർക്ക് വിടുവാനായിട്ട് കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ജഡത്തിൻ്റെ പ്രവൃത്തികൾ അതിൻ്റെ 5:19 വായിക്കുമ്പോൾ ദൈവമക്കൾ ഇങ്ങനെയാണ് കാണുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇതാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഈ പ്രവൃത്തികളെ വിടാൻ ഇന്നേക്ക് അനേകർക്കും വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളെ വിട്ട് അവർക്ക് നീങ്ങുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇതെല്ലാം കർത്താവ് വെറുക്കുന്ന കാര്യമാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യത്തെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ പിന്തുടരുന്നു എങ്കിൽ, സഹോദരനെ, സഹോദരിയെ, ഈ സന്ധ്യവേളയിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇത് ദൈവം വെറുക്കുന്ന ഒന്നാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആകയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ, ഹല്ലേലൂയ, നിങ്ങൾ വിട്ടെങ്കിലേ മതിയാവുകയുള്ളൂ. ജീവിക്കുന്ന ദൈവവൈതലേ, ആത്മാവിൻ്റെ പ്രവൃത്തികൾ, ആത്മാവിൻ്റെ ചിന്തകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 8:7 വാക്യം വായിക്കുമ്പോൾ, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ആമേൻ, ഹല്ലേലൂയ. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ഈ ലോകത്തെ സ്നേഹിച്ചാൽ, ലോകത്തിൻ്റെ പ്രശംസയിൽ നാം മാറിയാൽ നാം വീണു പോകും പ്രിയരെ, നാം തകർന്നു പോകും. വിശ്വാസമാകുന്ന പടകിൽ നിന്ന് തകർന്നു പോകും സഹോദര. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വിശ്വാസമാകുന്ന യാത്രയിൽ ഇതൊരു വലിയൊരു ട്രാവലാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ട്രാവലിൽ നിന്ന് നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കഥ ഞാനിങ്ങനെ ഒരു ബുക്കിൽ ഞാൻ വായിച്ചതാണ്. യേശു കർത്താവ് ഒരു കുടുംബത്തിൽ, ഒരു ഫാമിലിയിൽ കടന്നു വരണമെന്ന് കർത്താവ് ആഗ്രഹിച്ച ഭവനത്തിൽ വന്നു. അവർ, ഹല്ലേലൂയ, യേശു കർത്താവോട് വന്നെന്ന് പറഞ്ഞ് ആ വീട്ടിലുണ്ടായിരുന്നവർ പെട്ടെന്നൊരു റൂം തുറന്നു കൊടുത്തു. യേശു കർത്താവിന് അവിടെ നിൽക്കുവാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ആ വീട്ടിൽ മുഴുവൻ നിറച്ച വിഗ്രഹങ്ങളാണ്. കർത്താവ് പറഞ്ഞു, എനിക്കിവിടെ വസിക്കാൻ കഴിയുകയില്ല എന്ന്. അടുത്ത റൂം കാണിച്ചു. അവിടെ ചെന്നപ്പോൾ, ആ റൂം തുറന്നപ്പോൾ, ദൈവ പൈതലെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, അതായത് സിനിമ പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞ ഒരു റൂമാണത്. ദൈവത്തിന് അവിടെയും വസിക്കാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞ് വെളിയെ വരുന്നതായിട്ട്. മൂന്നാമതായിട്ട് മറ്റൊരു റൂം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെയും ദൈവത്തിന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ദൈവഹിതമല്ലാത്ത കാര്യങ്ങളാണ് ആ റൂം നിറച്ചുണ്ടായിരുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, യേശു കർത്താവ് തിരികെ പോകുന്നതായിട്ട് അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ യേശു കർത്താവ് വസിക്കുന്ന ഇടം നമ്മുടെ മനുഷ്യന്റെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ നിറച്ചു വെച്ചിരിക്കുക ഇന്നേക്ക് അനേകരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവ പൈതലേ, ഒരു കാര്യം പറയട്ടെ, ദൈവത്തിന് വസിക്കുവാനുള്ള മന്ദിരമാണ് മനുഷ്യന്റെ ഹൃദയം. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ. എന്നാൽ ഇന്ന് ഈ സന്ധ്യവേളയിൽ ഞാൻ ഒരു കാര്യം പറയാം, ഒറ്റ ഒരു കാര്യം. പ്രൈസ് ദി ലോർഡ്. സർവ്വതും ക്ലിയർ ചെയ്ത്, ഹല്ലേലൂയ, യേശു കർത്താവിന് വസിക്കുന്ന ഒരിടമാക്കി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ പരിശുദ്ധ
പരിശുദ്ധത്തോടെ ഈ നാളുകളായി നിറച്ച് കർത്താവിനെ നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യണമേ ദൈവമക്കളെ. എങ്കിൽ മാത്രമേ കർത്താവ് കടന്നു വരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, റോമാലേഖനം 6-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം അവനോട് പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരണം. കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരണം ദൈവമക്കളെ. അതിനുവേണ്ടിയാണ് നാം സ്നാനപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് പലരും സ്നാനപ്പെട്ടതിന് ശേഷം ആരും അറിയാതെ ഇന്നേക്ക് വീടുകളിൽ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, യേശുവിനെ അറിഞ്ഞ ഒരു നിനക്ക് എങ്ങനെ അടങ്ങിയിരിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, വളരെ പെട്ടെന്ന് ഞാൻ ആ ഭാഗത്തുനിന്ന് ഞാൻ കടന്നു വരട്ടെ. ജഡത്തെ ക്രൂശിക്കണം. ദൈവത്തിന് ഹിതമല്ലാത്ത യാതൊന്നും നിങ്ങളുടെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരരുതേ എന്ന് ഞാൻ ഇന്ന് ഈ സന്ധ്യവേളയിൽ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം വെറുക്കുന്നതാണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. ഹല്ലേലൂയ. അത് ഗലാത്യ ലേഖനത്തിൽ നിങ്ങൾ വായിച്ച് കേട്ടുവല്ലോ. ഈ കാണുന്ന ഒരു കാര്യങ്ങൾ പോലും ഒന്നുപോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ அதை ഫോളോ ചെയ്യരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് നാം ക്രൂശിക്കേണ്ടുന്നത് ലോകം നമുക്കും നാം ലോകത്തിനും ക്രൂശിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം നമുക്കും നാം ലോകത്തിനും ക്രൂശിക്കപ്പെടണം. ദൈവ പൈതലേ, നമുക്കറിയാം 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്: ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ദേമാസ് ഈ ലോകത്തെ വിട്ട് ലോകത്തെ സ്നേഹിച്ചിട്ട് തൻ തെസ്സലോനിക്കയിലേക്ക് പോയി എന്നാണ് നമ്മുടെ വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, പക്ഷേ തെസ്സലോനിക്കയിലേക്ക് പോയത് എന്താണെന്നറിയാമോ? ഈ ലോകത്തെ സ്നേഹിച്ച കർത്തൃസ്നേഹത്തെ നഷ്ടപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ചിലരിങ്ങനെ പറയാറുണ്ട്: എൻ്റെ സിസ്റ്ററെ, ഞങ്ങൾ ചിലപ്പോഴെങ്ങാനും ക്രിക്കറ്റൊക്കെ ഞങ്ങൾ കാണും, ക്രിക്കറ്റ് മാച്ച് ഞങ്ങൾ ഫുള്ളാக കാണും. പിന്നെ ഞങ്ങൾ ഫുട്ബോൾ ഒന്നും വിടാറില്ല. ഞാൻ ഫുട്ബോൾ മൊത്തം കാണും. ഞങ്ങൾ അത് മുഴുവൻ ഇരുന്ന് കാണും. ഇതൊക്കെയെല്ലാം കാണുന്നുള്ളൂ, വേറെ ഒന്നും ഞങ്ങൾ കാണുന്നതിന് സമയം കളയത്തില്ല എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ ജീവിതത്തിൽ യേശുവിന് നീ പ്രഥമ സ്ഥാനം, യേശു കർത്താവിന് നീ മുഖ്യ സ്ഥാനം കൊടുക്കുവാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നിന്റെ ഈ ലോകത്തിലെ ക്രിക്കറ്റ് എന്താ, ഫുട്ബോൾ എന്താ, ഇതൊന്നും കർത്താവിൻ്റെ മുൻപിൽ വില പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛതയിലും ശീതഛായയിലും ലോകത്തിൻ്റെ കണ്ണമ്പരപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നീ വേർപെട്ടേ മതിയാവുകയുള്ളൂ. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ക്രൂസ് അല്ലാതെ നമുക്ക് പ്രശംസിപ്പാൻ എന്താ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ക്രൂസ് നാം ചുമക്കുന്നവരായി തീരണം ദൈവമക്കളെ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലിന് എപ്പോഴും ഒരു വരമ്പുണ്ട്, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നത് മറന്നു പോകരുത്. ഹല്ലേലൂയ. നമുക്ക് എല്ലാ ഇടത്തിലും പോയി സംസാരിക്കാൻ കഴിയുമോ? എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോയി നിൽക്കുവാൻ കഴിയുമോ? ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. അവന് വരമ്പുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവന് റെസ്ട്രിക്ഷൻ ഉണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ഇടത്ത് സംസാരിക്കരുത്, ആവശ്യമില്ലാത്ത ഇടത്ത് മുഖം കാണിക്കരുത്. അത് ദൈവം വെറുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, ഈ ലോകത്തിന് അടിമകൾ ആകരുത്. ലോകം നമുക്കും നാം ലോകത്തിനും ക്രൂശിക്കപ്പെട്ടവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാലാമതായിട്ട് വളരെ പെട്ടെന്ന് മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വന്തമായി നാം ക്രൂസ് വഹിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നാം ക്രൂസ് വഹിക്കണം പ്രിയരെ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ
കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ദൈവമക്കളെ. അത് നിന്നയല്ല, അപമാനമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കാത്തവൻ എന്തിൻ്റെ സുവിശേഷമാ ചുമക്കുന്നത്? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരു ക്രൂശ് ചുമന്നില്ലേ? ഹല്ലേലൂയ. ദൈവ പൈതലെ, ആ ക്രൂശ് ചുമക്കുവാൻ നാം സമർപ്പണമുള്ള ഒരു വ്യക്തിയായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 3:7-11 വരെയുള്ള വാക്യങ്ങളെ വായിക്കുവാനല്ല, അവിടെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, എനിക്ക് ലാഭമായതൊക്കെയും ഛേദമായി എണ്ണി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് പറയുന്നത്, എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ഛേദമായി എണ്ണി. പ്രൈസ് ദി ലോർഡ്. എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ആരാണ് ഈ പൗലോസ്? ആരാണ് അപ്പോസ്തലനായ പൗലോസ്? ദൈവ പൈതലെ, നാം ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ബെന്യാമിൻ ഗോത്രക്കാരൻ. പ്രൈസ് ദി ലോർഡ്. ഗമാലിയേലിന്റെ കീഴിൽ ന്യായപ്രമാണം അഭ്യസിച്ചവൻ. പ്രൈസ് ദി ലോർഡ്. റോമ പൗരൻ. ഇത്രമാത്രം ഹല്ലേലൂയ സ്ഥാനമാനങ്ങളുള്ള പൗലോസാണ് പറയുന്നത്, ഈ ലോകത്തിൽ കാണുന്നതെല്ലാം ഞാൻ ഛേദമായി എണ്ണി, എനിക്കൊന്നും ലാഭമായി വേണ്ട എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവവൈതലേ, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. ക്രിസ്തുവാണ് നമുക്കറിയാം. ഹല്ലേലൂയ. എനിക്ക് ഒന്നും ഞാൻ ലാഭമായി ഇല്ല, എല്ലാം ഞാൻ ഛേദമായി എണ്ണി എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ക്രിസ്തുവിന്റെ നാമത്തിനായി അടിയും ഉപദ്രവങ്ങളും നിന്ദകളും അപമാനങ്ങളും പല പ്രാവശ്യം കാരാഗ്രഹവും ഒക്കെ ആയിട്ട് ജയിലുകളൊക്കെയും എത്ര പ്രാവശ്യം കയറി ഇറങ്ങി പൗലോസിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എന്നാൽ ഇതെല്ലാം താൻ ഛേദമായി എണ്ണി എന്നാണ് പറഞ്ഞത്. ഈ ക്രൂശ് ചുമക്കുവാനായിട്ട് താനെല്ലാം ഹല്ലേലൂയ ഛേദമായി എണ്ണി എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കൽ ഈ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ഹല്ലേലൂയ വാളോ എന്നാണ് ചോദിച്ചത്. ഒരു വ്യക്തിക്കും പൗലോസിനെ ദൈവ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് ഹല്ലേലൂയ പിന്തിരിപ്പിക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് ദൈവ പൈതലെ പൗലോസ് ഇവിടെ സവിസ്തരം പ്രസ്താവിച്ചു കൊണ്ടിരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ലാഭമായതെല്ലാം ഞാൻ ഛേദമായി എണ്ണി എന്നാണ് പറഞ്ഞത്. ഞാൻ ഛേദമായി എണ്ണി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആകയാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെന്റ് പൗൾ ഈസ് ദ സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്നാണ് നമുക്ക് പൗലിനെ കുറിച്ച് പിന്നീട് നാം പഠിക്കുന്നത്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ കറുത്ത ബൈബിൾ, അതായത് ഈ കറുത്ത ബൈബിൾ, ഈ ബൈൻഡിട്ട ഈ പുസ്തകത്തെ ദൈവ പൈതലെ നിങ്ങൾ ചുമക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെ ചുമക്കുന്ന ഒരു യേശുവുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഒരാമേൻ പറയുവാൻ കഴിയുമോ? നിങ്ങൾ ഹല്ലേലൂയ ഈ കറുത്ത ബൈൻഡിട്ട ഈ പുസ്തകത്തെ നിങ്ങൾ ചുമക്കുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളെ ചുമക്കുന്നവൻ സർവശക്തനായ യേശു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. ആ ദൈവത്തിങ്കിലേക്കാണ് നാം അടുത്തു വരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 11:24-25 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, മിസ്രൈമിലെ ധനത്തേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലുതായി എണ്ണി എന്നാണ് ഹല്ലേലൂയ മോശ പറയുന്നത്. മോശ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ദൈവമക്കളെ, മോശ മിസ്രൈമിൽ രാജകൊട്ടാരത്തിൽ ഹല്ലേലൂയ മോശ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുകയായിരുന്നു, നമുക്കറിയാം. എന്നാൽ രാജകൊട്ടാരത്തിന്റെ വാഴ്ച അത് പറയണോ? അത്രമാത്രം ഹല്ലേലൂയ കൊട്ടാരത്തിലെ വാഴ്ചകൾ, ഹല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന ജീവിതം നഷ്ടപ്പെടുത്തി തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി മോശ പറയുന്നത് ഇങ്ങനെയാണ്, മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന എനിക്ക് വലുതായി എന്ന്. ജീവിക്കുന്ന ദൈവവൈതലേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, എത്ര പേർക്ക് ഈ സന്ധ്യവേളയിൽ യേശുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ സമർപ്പിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ, ഈ ലോകത്തിലെ നിന്ദകൾ, ഈ ലോകത്തിലെ അപമാനങ്ങൾ, ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സകലതും കർത്താവേ
അങ്ങയുടെ കാൽക്കീഴ് ഞങ്ങൾ സമർപ്പിക്കുന്നു. അപ്പാ, ഈ ലോകത്തിൽ ഞങ്ങൾ എന്തെല്ലാം വന്നാലും എൻ്റെ യേശുവിൻ്റെ ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ ക്രൂസ് ചുമന്നുകൊണ്ട് ഞങ്ങൾ ഈ നാളുകളായി മുൻപോട്ട് പോകുമെന്ന ദൈവമക്കളെ, സന്ധ്യവേളയിൽ നിങ്ങൾക്ക് നിങ്ങളെ സമർപ്പിക്കുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വാതന്ത്ര്യമായി കർത്താവിനെ ആരാധിക്കുവാൻ ഹല്ലേലൂയ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. മോശെ ഹല്ലേലൂയ മിസ്രൈമിലെ ധനം, മാനം, പുകഴ്ച, ഉയർച്ച, രാജവാഴ്ച സകലതും വെറുത്തിട്ട് ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി ദൈവമക്കളെ മോശെ ഇറങ്ങി പുറപ്പെടുകയാണ് ഉണ്ടായത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, സമയം വളരെ കടന്നുപോയി. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട നാസറനായ യേശു, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ക്രൂശ് ചുമന്ന ഒരു യേശു, ആ കർത്താവിനെയാണ് നാം ഉയർത്തി കാണിക്കേണ്ടുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ പൈതലേ, നാം വായിച്ച വേദഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, നമുക്കൊരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി കാൽവറിയുടെ ഉന്നതങ്ങളിൽ കർത്താവ് തൂങ്ങപ്പെട്ടില്ലേ? നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചില്ലേ? ഹല്ലേലൂയ. ആ കർത്താവിനെയാണ് നാം ദിനംതോറും ഉയർത്തി കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഞാൻ എന്ന ഭാവം നാം കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എന്ന ഭാവം ഒരിക്കലും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വെറുക്കുന്ന ഒന്ന് അഹങ്കാരം, നിഗളം. ഹല്ലേലൂയ. ആകയാൽ ദൈവ പൈതലെ, ഞാൻ എന്ന ഭാവം നമ്മളിൽ ഉണ്ടാകാതിരിക്കട്ടെ. അത് ക്രിസ്തുവിനോടുകൂടെ തന്നെ നാം ക്രൂശിക്കണമേ എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് ജഡത്തെ നാം ക്രൂശിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ഹിതമല്ലാത്ത യാതൊന്നും പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തിൽ വരരുതേ എന്ന് നമുക്ക് ഓർത്ത് ചിന്തിച്ചുകൊണ്ട് ഈ നാളുകളായി ദൈവത്തിന് ഇഷ്ടമുള്ള മകളായി നമുക്ക് ജീവിക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആകയാൽ നമ്മുടെ ജഡത്തെ കർത്താവിനോട് കൂടി നമുക്ക് ക്രൂശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൂന്നാമതായിട്ട് നാം ലോകത്തിനും ക്രൂശിക്കപ്പെടണം പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ലോകം എന്തൊക്കെയോ കൊണ്ടുവരും, എന്തെല്ലാം കൊണ്ടുവന്നാലും പ്രൈസ് ദി ലോർഡ്, ജീവിക്കുന്ന ദൈവ പൈതലേ, ക്രിസ്തുവിനായി നിനക്ക് ജീവിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ വാർത്തകൾ ഈ വചനത്തിൽ എന്താ പറയുന്നത്, അതേ നാം നമ്മളിലൂടെ ഹല്ലേലൂയ അനേകർക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ, അനേകരിലേക്ക് സത്യ സുവിശേഷത്തെ എത്തിക്കുവാൻ ഈ നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട് സ്വന്തം ക്രൂസ് നാം ചുമക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിക്കുന്ന ദൈവ പൈതലേ, അപ്പോസ്തലനായ പൗലോസിനെ പോലെ ഹല്ലേലൂയ നമുക്ക് പറയാം, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തു അത്രയെന്ന. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉറച്ച ഒരു തീരുമാനം, ഒരു നല്ല തീരുമാനം എടുത്ത കർത്താവിലേക്ക് നമുക്ക് അടുത്തു വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയരെ, ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വചനം ഹല്ലേലൂയ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ആദ്യമായിട്ട് ഹല്ലേലൂയ യേശുവിനെ അറിയാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി 1-2 നിമിഷങ്ങൾ കൂടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സഹോദരനെ, സഹോദരി, ഈ ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നേക്ക് 2021 വർഷങ്ങൾക്ക് മുൻപേ യഹൂദിയിലെ ബേത്ലഹേമിൽ സ്ത്രീയിൽ ജാതനായി കർത്താവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്വർഗീയ മഹിമകളെ വിട്ട് കർത്താവ് ഒരു സ്ത്രീയിൽ ജാതനായി നിന്റെയും എൻ്റെയും പാപത്തിന് പരിഹാരമായി നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിപ്പിക്കപ്പോൾ മനുഷ്യനായി പിറന്നു എന്നാണ് ഞാൻ പറയട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഹല്ലേലൂയ എന്താണ് ചെയ്തത്? 8-ാമത്തെ വയസ്സിൽ തൻ്റെ മാതാപിതാക്കൾ ആലയത്തിലേക്ക് യേശു കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോയി. 18 വർഷക്കാലം കർത്താവ് അദൃശ്യനായിരുന്നു. 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ വിശുദ്ധ യോഹന്നാനാൽ കർത്താവ് സ്നാനമേറ്റു. 3.5 വർഷക്കാലം, അതായത് 33.5 വർഷം പ്രൈസ് ദി ലോർഡ് ദൈവ മക്കളെ യേശുവിൻ്റെ 3.5 വർഷം പരസ്യ ശുശ്രൂഷ വേളയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ തൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന യഹൂദന്മാരാൽ യേശു ക്രൂശിതനായി. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്ത് പറയും പോലെ പാതാളത്തെയും മരണത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്
റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തെറിഞ്ഞുകൊണ്ട് ക്രൂശിക്കപ്പെട്ടവനായ കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവവൈതലേ, അതിനുശേഷമായി പ്രൈസ് ദി ലോർഡ് കർത്താവ് തന്റെ ശിഷ്യഗണങ്ങളോടൊപ്പമായി 40 ദിവസത്തോളം കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് 40ാമത്തെ ദിവസം പ്രൈസ് ദി ലോർഡ് തന്റെ ശിഷ്യന്മാരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചതിന് ശേഷമായി അവർക്കൊരു നല്ല വാഗ്ദത്തം കൊടുത്തിട്ട് കർത്താവ് കടന്നുപോയത് എന്താണെന്നറിയാമോ? ഞാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഞാൻ പോയതുപോലെ തിരികെ വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പോയതുപോലെ ഞാൻ തിരികെ വരും. ഹല്ലേലൂയ. തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ചെടിക സുഖങ്ങൾ നിങ്ങളെ ഹല്ലേലൂയ നിത്യതയിൽ എത്തിക്കുകയില്ല. നമ്മുടെ കർത്താവ് ഒരു രാജ്യത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ രാജ്യത്തിന്റെ നിത്യ അവകാശികളായി തീരുവാൻ പ്രൈസ് ദി ലോർഡ് ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തു ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ കർത്താവിന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്ന ആ സമയം വളരെ ശീഘ്രമായിരിക്കുന്നു. ഹല്ലേലൂയ. അതേ സമയം സമീപമായിരിക്കുന്നു. ആ സമയത്തിനായി, ആ കാഹളത്തിന്റെ ധ്വനി കേൾക്കുവാൻ വേണ്ടിയാ നിങ്ങളും ഞാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷങ്ങളും ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം, ഉണരാം. വിശുദ്ധിയോടെ, വേർപാടുകളോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവമായി കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ദേശത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെ ഇരുന്നാലും നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? സ്വർഗം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ എത്രമാത്രം ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങി. ഹല്ലേലൂയ. അപ്പാ, സകലതും ഈ മാനവജാതിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്നതറിഞ്ഞുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന് നിത്യാവകാശികളായി തീരുവാൻ അപ്പാ, ഓരോ നിമിഷങ്ങളും ഞങ്ങൾ വിശുദ്ധിയോട് വേർപാടോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇത്രയും സമയം കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സകലരെയും കർത്താവ് അനുഗ്രഹിച്ചാണ് അങ്ങയുടെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ കർത്താവ്. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ഇന്നിവിടെ നിങ്ങൾ കേട്ടതായി ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോടെ നിങ്ങൾ ആയിരിക്കുന്നു എങ്കിൽ ദൈവമക്കളെ, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ജീവനോടെ ഇന്നും ആയിരിക്കണം, നമ്മുടെ മധ്യത്തിലുണ്ട്. കണ്ണുനീരെ കാണുമ്പോൾ മറികടക്കുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കുമ്പോൾ, നാം നിലവിളിക്കുമ്പോൾ, നാം യാചിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് കണ്ട് നിന്ന്, മകനേ, മകളെ, നിനക്കെന്താണ് ആവശ്യം, നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്ന ഹല്ലേലൂയ ഒരു കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത്. ആകയാൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ഈ സന്ദേശത്തെ നിങ്ങൾ ഏറ്റെടുക്കുമെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടെ നമ്മളെയും ക്രൂശിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, കർത്താവിനോട് കൂടെ നമ്മുടെ സകല പ്രവൃത്തികളും ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ ക്രൂശിച്ച് അത് കർത്താവിനോട് കൂടെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ, വേർപാടോടുകൂടി ജീവിക്കുവാൻ, ആ കാഹളത്തിൻ്റെ ധ്വനി കേൾക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഓരോ നിമിഷങ്ങളും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ സ്വർഗം നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലുള്ള എല്ലാ അഡ്മിന്മാർക്കും, സഹോദരങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇവിടെ എന്നെ എത്രയും സമയം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ ഞാൻ ഈ സമയം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.